ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു രജിസ്ട്രേഷൻ പേജ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒരു രജിസ്ട്രേഷൻ പേജ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഒരു യൂസർക്ക്, ഒരു പുറത്തു നിന്നുള്ള ഒരു യൂസർക്ക് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. അതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സപ്പോർട്ട് us. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ ഡി ഡ്രൈവ് നമ്മൾ ഓപ്പൺ ചെയ്യണം. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡി ഡ്രൈവിൽ, ഇപ്പോൾ ദിസ് പി സിയിൽ പോയിട്ട് ഡി ഡ്രൈവിൽ പോയിട്ട് എക്സാം എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സാം കൺട്രോൾ പാനലുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പാച്ചയും മൈസ്ക്യൂലും സ്റ്റാർട്ട് ചെയ്യണം. ഞാനിവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അപ്പാച്ചി സ്റ്റാർട്ട് ചെയ്തു, മൈസ്ക്യൂൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മാതിരി നമ്മുടെ ഫോൾഡർ, പ്രൊജക്റ്റ് ഫോൾഡർ ഉണ്ടാവുക HDDocsലാണ്. അപ്പോൾ HDDocs തന്നെ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ന്യൂ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ നമ്മൾക്കുണ്ട്. ഇതേമാതിരി ഇൻഡെക്സ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇൻഡെക്സ് ഇപ്പോൾ എംപ്റ്റി ആണ്. ഇനി ഇത് റൺ ആയിട്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ക്രോമിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക ലോക്കൽ ഹോസ്റ്റ് /new project. നമ്മൾ എംപ്റ്റി വരും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡെക്സ് പേജ് എംപ്റ്റി ആണ്. റൺ ഔട്ട് നോക്കാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും, എന്നിട്ട് Ctrl+S അടിച്ച് സേവ് ചെയ്തു. ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് സേവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ബ്രൗസറിൽ വന്നിട്ട് റീഫ്രഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ എക്സാം വർക്ക് ചെയ്യേണ്ട പ്രോജക്റ്റ് വർക്ക് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത് ഫസ്റ്റ്. അപ്പോൾ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എഡിറ്ററിൽ വന്നു, index.php ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് നമ്മൾ ടേബിൾ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ടേബിൾ ടാഗ് എന്തിനാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേക്ക് വേണ്ടി, അതായത് നമ്മൾ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ നമുക്ക് ടേബിൾ ടാഗ് യൂസ് ചെയ്യാം. അതിൻ്റെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യുക, ടേബിൾ എന്ന് ടൈപ്പ് ചെയ്യുക, അതുമായി ടേബിൾ ടാഗ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഒരു റോ വേണമെങ്കിൽ, ഒരു ടേബിൾ റോ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നത് TR ആണ്. ഒരു റോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് TR ആണ്. അതേമാതിരി കോളത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് TD ആണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു കോളത്തിനുള്ളിൽ ഞാൻ 1 2 3 ടൈപ്പ് ചെയ്തു. ആ കോളം ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത കോളം ഓപ്പൺ ചെയ്തു. 3 4 5 ടൈപ്പ് ചെയ്തു. ആ കോളം ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ റോ ക്ലോസ് ചെയ്തു. ഇനി ഞാനിപ്പോൾ ചെയ്ത് സേവ് ചെയ്തു. അതിനുശേഷം ബ്രൗസറിൽ വന്നിട്ട് റീഫ്രഷ് ചെയ്തു. റീലോഡ് ദിസ് പേജ് ക്ലിക്ക് ചെയ്തു. ഇത് കാണാൻ പറ്റും, കണ്ടോ? ഇതിപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊരു ബോർഡർ വെച്ച് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ബോർഡർ വെച്ച് അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്ററിൽ വന്നിട്ട് border 1 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ചെയ്യണം. എപ്പോഴും സേവ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡാറ്റ സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക അലൈൻ സെൻറ്റർ. ഇത് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ സെൻറ്ററിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ എനിക്ക് ഒരു റോസും കൂടി വേണമെങ്കിൽ ഈസിയാണ്. ഈ TR മൊത്തം സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യാൻ ഞാൻ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Ctrl+C യൂസ് ചെയ്യുന്നുണ്ട് കീബോർഡിൽ. ഇവിടെ എൻ്റർ അടിച്ചിട്ട് Ctrl+V പ്രസ് ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാനിത് സേവ് ചെയ്തു. ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് Ctrl+S അടിച്ച് സേവ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2 റോസ് വരും. ഇങ്ങനെ എത്ര റോസ് വേണോ അത്രയും TR TD നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത്രയും നമുക്ക് വരും. ഇതാണ് ടേബിളിൻ്റെ യൂസ്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ലോഗിൻ ഫോം ഉണ്ടാക്കാനാണ്. ലോഗിൻ ഫോം ഉണ്ടാക്കാനായിട്ട് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റിന് പകരം നമുക്കവിടെ ടെക്സ്റ്റ് ഫീൽഡ് കൊണ്ടുവരണം. ഇൻപുട്ട് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ് കൊണ്ടുവരണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ടെക്സ്റ്റ് ഇപ്പോൾ മാറ്റാണ്. ഇവിടെ ഞാൻ യൂസർ നെയിം നാക്കി സേവ് ചെയ്തു. ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ആ ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ വന്നു. ഇനി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇമ്പോർട്ടൻ്റ്, ഇവിടെ നമുക്ക് ഫോം ഫീൽഡാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് നെയിം എന്നുള്ളിടത്ത് യൂസർ നെയിം വാല്യൂ എംപ്റ്റി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ വ്യത്യാസം കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാണ് പ്രോപ്പർട്ടീസ്. പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ് ഉണ്ട്.
ആ പ്ലേസ് ഹോൾഡർ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ഈ ഇൻപുട്ട് ടൈപ്പിൽ വന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക പ്ലേസ് ഹോൾഡർ ടൈപ്പ് ചെയ്തിട്ട് ആ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ യൂസർ നെയിം എന്ന് ടൈപ്പ് ചെയ്യുക. യൂസർ നെയിം നമ്മൾ സേവ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ബ്രൗസറിൽ വന്ന് റീഫ്രഷ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഇതാണ് പ്ലേസ് ഹോൾഡറിൻ്റെ യൂസ്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഇതേമാതിരി കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ഞാൻ വരും വീഡിയോസിൽ കാണിച്ചു തരാം. ഇപ്പോൾ യൂസർ നെയിം ഓക്കെ അതിൻ്റെ. ഇനി ഇതേമാതിരി നമുക്ക് പാസ്വേഡ് വേണം. പാസ്വേഡിന് വേണ്ടി ഞാൻ ഇവിടുത്തെ ടെക്സ്റ്റ് മാറ്റി പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് സെയിം തന്നെ ടാഗ് ഓപ്പൺ ചെയ്തു. ഇൻപുട്ട് ടൈപ്പ്. ഇവിടെ ടൈപ്പ് ഒരു വ്യത്യാസമുണ്ട്. ടൈപ്പ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് പാസ്വേഡ് എന്നാണ്. ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. നെയിമും ഞാൻ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്തു. ആൻഡ് വാല്യൂ ഓൾസോ ബ്ലാങ്ക്. പ്ലേസ് ഹോൾഡറിൽ സെയിം തന്നെ ഇവിടെ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഞാൻ സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ, ഞാനിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ സ്റ്റാറാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഈ സ്റ്റാർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് പാസ്വേഡ് ആയതുകൊണ്ടാണ് സ്റ്റാർ കാണിക്കുന്നത്. സപ്പോസ് ഞാനിവിടെ ടൈപ്പ് ടെക്സ്റ്റാണ് കൊടുത്തതെന്ന് വയ്ക്കാം. ടൈപ്പ് ടെക്സ്റ്റ് ആണെങ്കിൽ ഞാൻ റീഫ്രഷ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത വാല്യൂ കാണാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ടൈപ്പ് ഇവിടെ ടെക്സ്റ്റെന്നും ഇതിന് ടെക്സ്റ്റെന്നും ഇവിടെ പാസ്വേഡെന്ന് കൊടുത്തതിൻ്റെ വ്യത്യാസം. ഞാൻ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് വീണ്ടും സേവ് ചെയ്തു, റീഫ്രഷ് ചെയ്തു. ഇപ്പോൾ അത് പഴയ പോലെ പാസ്വേഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ബട്ടനാണ് വേണ്ടത്. അതായത് യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ. അതിനുവേണ്ടി നമ്മളൊരു ഒരു റോ ഓപ്പൺ ചെയ്തു, റോ ക്ലോസ് ചെയ്തു. നമ്മൾക്ക് ബട്ടൺ ഒറ്റ ഫീൽഡിൽ മതി. അതായത് 2 TD ആവശ്യമില്ല, 1 TD മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തു, 1 TD. ആൻഡ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബട്ടൺ ഉണ്ടാക്കാൻ പോകും. ഇൻപുട്ട് ടൈപ്പ് പ്രോപ്പർട്ടി ഞാൻ സബ്മിറ്റ് എന്നാണ് അടിക്കുന്നത്. അതായത് ബട്ടന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സബ്മിറ്റ്. നെയിമിൻ്റെ അവിടെ ഞാൻ ലോഗിൻ കൊടുത്തു, ജസ്റ്റ് സ്മോൾ ലെറ്റർ ലോഗിൻ. വാല്യൂൻ്റെ അവിടെ ക്യാപിറ്റൽ ലോഗിൻ കൊടുത്തു. വാല്യൂ ഞാൻ കാണിച്ചു തരാം എന്താ ഡിഫറൻസ് ഉള്ളത്. ഇത് ഞാൻ ഇപ്പോൾ സേവ് ചെയ്തു, ഇവിടെ വന്ന് റീഫ്രഷ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ, ഈ ബട്ടൺ വന്നു, ഇവിടെ കണ്ടോ ലോഗിൻ വന്നു. ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ വാല്യൂ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ വാല്യൂ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതാണ് അവിടെ ലോഗിനിൽ ഡിസ്പ്ലേ വരുന്നത്. സപ്പോസ് ഇപ്പോൾ ഞാൻ വാല്യൂ ഇപ്പോൾ ലോഗിൻ 1 2 3 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇത് സേവ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കണ്ടോ ലോഗിൻ 1 2 3. അപ്പോൾ ഇവിടുത്തെ ഈ വാല്യൂ ആണ് അവിടെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ഇപ്പോൾ ഞാൻ ലോഗിൻ തന്നെ ആക്കി സേവ് ചെയ്തു, റീഫ്രഷ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമുക്ക് 2 കോളംസ് ഉണ്ട് എല്ലായിടത്തും. ഈ ലാസ്റ്റ് റോയിൽ മാത്രം 1 കോളംസ് ഉള്ളൂ. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ബട്ടൺ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. കാരണം ഇപ്പോഴത്തെ എനിക്ക് വാല്യൂസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ ബട്ടൺ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ 2 കോളത്തിൽ നമുക്ക് മെർജ് ചെയ്യാം, ഒരുമിച്ചാക്കിയിട്ട് ഈ ബട്ടൺ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന അടുത്ത ട്രിക്സ്. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ TD വന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം കോളം സ്പാൻ 2. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. കണ്ടോ, ഇതിപ്പോൾ ഈ 2 കോളത്തിനെ നമ്മൾ ഒറ്റ കോളംസ് ആക്കി മാറ്റി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോളം സ്പാൻ യൂസ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ബട്ടൺ സെൻറ്ററിലേക്ക് വരണം. ബട്ടൺ സെൻറ്ററിലേക്ക് വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക അലൈൻ സെൻറ്റർ. എന്നിട്ട് സേവ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. കേട്ടോ, ഇപ്പോൾ ഈ ബട്ടൺ സെൻറ്ററിലായി. ഇനി ഞാൻ ഈ ബോർഡർ റിലീസ് ചെയ്യണം, ബോർഡർ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടി ഈ ബോർഡറിൽ 1 എന്നുള്ളത് ഞാനിവിടെ 0 തന്നെ കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പോൾ ഇതാണ് ലോഗിൻ ബട്ടൻ്റെ വ്യൂ വരുന്നത്. കറക്റ്റ് വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ഫോം ടാഗ് യൂസ് ചെയ്യണം. അതായത് ഈ ഫോം, അതായത് ഇതൊക്കെ ഈ ഇൻപുട്ട് ടൈപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ആ ഡാറ്റ PHPയിൽ എടുക്കാനായിട്ട് ഫോം ടാഗ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഫോം ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോം മെത്തേഡ് പോസ്റ്റ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. മെത്തേഡ് 2 തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്, പോസ്റ്റും ഗെറ്റും. അതിൻ്റെ ഡിഫറൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഫോം മെത്തേഡ് പോസ്റ്റ് എന്ന് അടിച്ചു, എൻ്റർ അടിച്ചിട്ട് /ഫോം അടിച്ചു. അതായത് ഫോം ടാഗ് ഓപ്പൺ ചെയ്തു ഇവിടെ, അതേമാതിരി ഫോം ടാഗ് ക്ലോസും ചെയ്തു. ഇതാണ് ഒരു കംപ്ലീറ്റ് ലോഗിൻ ഫോം. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ പേജ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഫയലിൽ പോവുക, ന്യൂ ഫയൽ എടുക്കുക,
ന്യൂ ഫയൽ എടുത്തതിന് ശേഷം Ctrl+S ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്തിട്ട് ആ ഫയൽ സേവ് ചെയ്യാം. ആ ഫയലിൻ്റെ പേര് ഞാൻ registration.php എന്ന് ടൈപ്പ് ചെയ്തു. ഈ നെയിം ഞാൻ ഇപ്പോൾ ഇവിടെ കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ഷോർട്ട് കട്ട് കീ Ctrl+C പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ പേജ് ഉണ്ടാക്കി, പുതിയൊരു പേജ് ഉണ്ടാക്കി. ഇനി ഇത് നമുക്ക് ലിങ്ക് കൊടുക്കാനായിട്ട് പഴയ പേജിലേക്ക് നമ്മൾ വന്നു, ഇൻഡെക്സ് പേജിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാണ് AHREF ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് ആ നെയിം ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാണ്. മുന്നേ കോപ്പി ചെയ്ത് വെച്ച നെയിം പേസ്റ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പഴയ നെയിം തന്നെ, അതായത് നിങ്ങൾ സേവ് ചെയ്ത അതേ നെയിം തന്നെ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. registration.php ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിസ്പ്ലേക്ക് വേണ്ട ടെക്സ്റ്റ് രജിസ്ട്രേഷൻ ഉള്ള ഞാൻ ടൈപ്പ് ചെയ്തു. ടാഗ് ക്ലോസ് ചെയ്തു. ഇനി ഞാനത് സേവ് ചെയ്തിട്ട് ഇവിടെ നമ്മളെ ബ്രൗസറിൽ വന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് കാണാൻ പറ്റും. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ ഉള്ള പേജ് ഓപ്പൺ ആവും. ഇനി നമ്മൾക്ക് ഇതേമാതിരി ഒരു രജിസ്ട്രേഷൻ ഫോം ഈ രജിസ്ട്രേഷൻ പേജിൽ ഉണ്ടാക്കണം. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ പേജിലാണ്, registration.php. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇവിടെ ഇത് വന്നിട്ടുള്ളത് ഇപ്പോൾ ലെഫ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഇത് സെൻറ്ററിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിളിൽ നമ്മൾ ബട്ടൺ സെറ്റ് ചെയ്ത മാതിരി ഈ TR കോപ്പി ചെയ്തിട്ട് ഇവിടെ നിങ്ങളിത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ലിങ്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ഇൻപുട്ട് മുന്നത്തെ ലോഗിൻ ബട്ടൺ കളഞ്ഞിട്ട് അതിൻ്റെ സ്ഥലത്ത് ഈ HREF പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സെൻട്രലായിട്ട് വന്ന് നിൽക്കും. ഇതാണ് സെൻട്രൽ വരുത്താനുള്ള ട്രിക്ക്. ഇപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പേജിലെത്തി. ഇനി നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, registration.php വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ രജിസ്ട്രേഷൻ പേജിൽ വന്നു. ഇവിടെയും മുന്നേ നമ്മൾ ലോഗിൻ പേജിൽ ടൈപ്പ് ചെയ്ത മാതിരി ഫോം ടാഗ് വേണം, ഫോം, മെത്തേഡ്, പോസ്റ്റ് വേണം. എന്താ പോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ /ഫോം നമ്മൾ ക്ലോസ് ചെയ്തു. ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്തു, ടേബിൾ ടാഗ് ക്ലോസ് ചെയ്തു. അതേമാതിരി TR എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു, റോയ്ക്ക് വേണ്ടി TR ക്ലോസും ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ TD എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു, കോളത്തിന് വേണ്ടി TD ഫസ്റ്റ് നെയിം /TD ചെയ്തു. ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, നെയിം എന്നുള്ളത് F നെയിം, വാല്യൂ empty സെറ്റ് ചെയ്തു. അതേമാതിരി അടുത്ത TRൽ /TR ഇട്ടു. ഇവിടെ TD ലാസ്റ്റ് നെയിം /TD. അതേമാതിരി TD സെയിം തന്നെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, നെയിമിൻ്റെ അവിടെ L നെയിം ആൻഡ് വാല്യൂവിൻ്റെ അവിടെ empty. അതേമാതിരി അടുത്ത TR ഞാൻ അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നെയിമായി, ലാസ്റ്റ് നെയിമായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ ഒരു കോൺടാക്ട് നമ്പർ അടിച്ചു. എന്നിട്ട് ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ടെക്സ്റ്റിന് പകരം ഞാൻ നമ്പർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. നമ്പർ ടൈപ്പ് ചെയ്തു, ഇവിടെ മൊബൈൽ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷനുള്ള പേജ് അവിടെ സേവ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീഫ്രഷ് ചെയ്യാൻ ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ ഈ മൊബൈൽ നമ്പറിൻ്റെ അവിടെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഇവിടെ ടൈപ്പ് നമ്പർ ആയതുകൊണ്ടാണ് അത് ടെക്സ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാത്തത്. ഇവിടെ ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ നമ്പറായിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, അതായത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് വരും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമ്മളിവിടെ പഴയ പോലെ തന്നെ നമ്പർ നോക്കി. നമ്മൾ അടുത്ത ഫീൽഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ ഫീൽഡാണ്. അതിന് വേണ്ടി മുന്നത്തെ TR ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇവിടെ ജെൻഡർ എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ ഇൻപുട്ട് ടൈപ്പ് റേഡിയോ ബട്ടൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. റേഡിയോ നെയിം ഞാൻ ജെൻഡർ എന്ന് കൊടുത്തു. വാല്യൂ മെയിൽ എന്ന് കൊടുത്തു. ഇതേമാതിരി നമുക്ക് രണ്ടെണ്ണം വേണം, ഒരെണ്ണം മെയിലിനും ഒരെണ്ണം ഫീമെയിലിനും. അപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. റേഡിയോ തന്നെ
നെയിം ജെൻഡർ തന്നെ മെയിലിൻ്റെ അവിടെ ഫീമെയിലിനാക്കി. ഇനി ഞാൻ സേവ് ചെയ്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ജെൻഡർ ബട്ടൺ. ഈ ബട്ടൺ നിങ്ങൾ കണ്ടോ, ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരേ സമയം ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ നെയിം ഒന്നായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ നെയിം മാറ്റി കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ നെയിം മാറ്റി കഴിഞ്ഞാൽ, സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം 2ൻ്റെ നെയിം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യണം നമ്മൾ. ഇതിൻ്റെ നെയിം എപ്പോഴും ഒന്നായിരിക്കണം, എന്നാൽ മാത്രമാണ് ഒരേ ബട്ടൺ ഒരേ സമയം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ, ഈ ബട്ടൻ്റെ ഫ്രണ്ടിൽ എനിക്ക് മെയിൽ നിന്നും ഫീമെയിൽ നിന്നും ടൈപ്പ് ചെയ്ത് വരണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് മെയിൽ നിന്ന് ടൈപ്പ് ചെയ്തു, സ്പേസ് ഇട്ടു. ഇപ്പുറത്ത് വന്നിട്ട് ഫീമെയിൽ നിന്ന് ടൈപ്പ് ചെയ്തു, അതും സേവ് ചെയ്തു, റീഫ്രഷ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, നമുക്ക് മെയിൽ ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് നെയിമായി, ലാസ്റ്റ് നെയിമായി, മൊബൈലായി, ജെൻഡറായി. ഇനി നമുക്ക് പാസ്വേഡും കൺഫേം പാസ്വേഡും വേണം. അതിനുവേണ്ടി ഞാൻ മുന്നത്തെ ഒരു TRN നമുക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്തു. ഇവിടെ മൊബൈൽ മാറ്റിയിട്ട് പാസ്വേഡ് എന്നാക്കി, ഇവിടെ ടൈപ്പിൻ്റെ അവിടെ ടെക്സ്റ്റ് ആക്കി, കാരണം പാസ്വേഡ് ടെക്സ്റ്റും വരും. പിന്നെ മൊബൈലിൻ്റെ നെയിം മാറ്റിയിട്ട് പാസ്വേഡ് ആക്കി. ഇതേമാതിരി കൺഫേം പാസ്വേഡ് വേണം. അപ്പോൾ ആ പാസ്വേഡ് കോപ്പി ചെയ്തു, അത് പേസ്റ്റ് ചെയ്തു, കൺഫേം പാസ്വേഡ് ആക്കി. ഇവിടെ നെയിമും മാറ്റി കൺഫേം പാസ്വേഡ് ആക്കി, സേവ് ചെയ്തു, റീഫ്രഷ് ചെയ്തു. ഇപ്പോൾ അതും ഓക്കെയാണ്. ഇത് പാസ്വേഡ് ഇപ്പോൾ ടെക്സ്റ്റ് വരുന്നുണ്ട്. ടെക്സ്റ്റിന് വേണം നമ്മൾ എന്താക്കണം, സ്റ്റാർ ആക്കണം. സ്റ്റാർ ആക്കാനായിട്ട് ടെക്സ്റ്റിൻ്റെ അവിടെ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഇവിടെയും ടൈപ്പ് ചെയ്യുക, ഇവിടെയും ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ പാസ്വേഡായിട്ട് സ്റ്റാറായിട്ട് വരും. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നെയിം, ഇപ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ, ജെൻഡർ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. ഓക്കെ. ഇനി നമുക്ക് വേണ്ട ഒരു സബ്മിറ്റ് ബട്ടണാണ്. എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വേണം. അതിനു വേണ്ടി നമ്മൾ ഒരു റോ ഉണ്ടാക്കുക. റോ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ, മുന്നേ നമ്മൾ ലോഗിനിൽ ചെയ്ത അതേ സെയിം തന്നെ, അതായത് ഇവിടെ ഒരു കോളം മതി. അപ്പോൾ ഫസ്റ്റത്തെ കോളം ഞാൻ കളഞ്ഞു. എന്നിട്ട് ഇവിടെ TD കോളം സ്പാൻ 2 വെച്ചാൽ 2 കോളത്തിനെ നമ്മൾ ഒന്നാക്കി, ഇവിടെ 2 കോളത്തിനെ ഒന്നാക്കി. എന്നിട്ട് ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് മാറ്റിയിട്ട് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് ആക്കി, ബട്ടൺ വരാൻ വേണ്ടി. അതേമാതിരി നെയിമും എന്താക്കി, സേവ് എന്നാക്കാം. നെയിം സേവ് എന്നാക്കി. അതേമാതിരി വാല്യൂവും സേവ് എന്നാക്കാം. ഈ ബട്ടൺ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വാല്യൂ ആണ് അവിടെ ഡിസ്പ്ലേ വരാം. അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ വേണമെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ S അടിക്കാം. അപ്പോൾ ഇതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ വരണ്ടാവും. കണ്ടില്ലേ? ഇനി ബട്ടൺ എനിക്ക് സെൻറ്ററിൽ വരണം. അതിനുവേണ്ടി അലൈൻ സെൻറ്റർ എന്നുള്ള കൊടുത്തു. സെൻറ്റർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അലൈൻ സെൻറ്ററിലായിട്ട് വരും. ഇനി എനിക്ക് ഈ ഡിസ്പ്ലേ മൊത്തം പേജിൻ്റെ സെൻറ്ററിൽ വരണമെങ്കിൽ എന്ത് ചെയ്യുക, മേലെ ടേബിളിൽ പോയിട്ട് എന്ത് ചെയ്യുക, അലൈൻ സെൻറ്ററിന്ന് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക, റീഫ്രഷ് ചെയ്യാം. ഇനി ഒരു ട്രിക്സും കൂടി ഉണ്ട്. ഈ മുന്നിൽ ചെയ്ത മാതിരി ഈ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ ഡിസ്പ്ലേ വരണമെങ്കിൽ മുന്നേ നമ്മൾ ചെയ്ത മാതിരി പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യാം. പ്ലേസ് ഹോൾഡർ ഫസ്റ്റ് നെയിം, ഈ ഫസ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടുന്ന് പേസ്റ്റ് ചെയ്തു. അതേമാതിരി അടുത്ത വരണമെങ്കിൽ പ്ലേസ് ഹോൾഡർ ലാസ്റ്റ് നെയിം, ഈ ലാസ്റ്റ് നെയിം എന്നുള്ള ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. പിന്നെ ഫോൺ നമ്പർ വേണമെങ്കിൽ അതിനും പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്തു. പ്ലേസ് ഹോൾഡർ മൊബൈൽ. പിന്നെ ജെൻഡർ നമുക്ക് വേണ്ട, ആവശ്യമില്ല. പാസ്വേഡ് വേണമെങ്കിൽ ഇതേമാതിരി തന്നെ പാസ്വേഡ് വേണമെങ്കിൽ വന്നിട്ട് പ്ലേസ് ഹോൾഡർ പാസ്വേഡ്. അതേമാതിരി ഇവിടെ വന്നിട്ട് കൺഫേം പാസ്വേഡ് വേണമെങ്കിൽ പ്ലേസ് ഹോൾഡർ കൺഫേം പാസ്വേഡ്. ഇപ്പോൾ നമുക്കിവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, കൺഫേം പാസ്വേഡ്. ഓക്കെ. ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, സേവ് ചെയ്യുമ്പോൾ ഈ ഡാറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ ഡാറ്റയും നമ്മൾ ഡാറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്യണം. അത് നമ്മൾക്ക് അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഈ ഡാറ്റാസ് എല്ലാം ഡാറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ ഈ ഡാറ്റാസ് എല്ലാം ഡാറ്റാ ബേസിലേക്ക് സ്റ്റോർ ആവുന്നുള്ളത്.